ഹായ് ഹലോ, ഞാൻ ടിൻഡു സിനോയി. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ ഞാനിതേ ഓപ്പൺ എയറിലേക്കാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് നമ്മൾ മെഡിക്കലിൻ്റെ നോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. കുറച്ച് തിരക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം വീണ്ടും ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നോട്ടുകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നോട്ടുകൾ നിങ്ങളെല്ലാവരും എഴുതി പഠിക്കുവാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ അത് പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നോട്ട് ഞാൻ ഇടാം, അത് നിങ്ങൾ എടുത്ത് പഠിക്കുക. നന്നായിട്ട് പഠിക്കണം. ഇപ്പം ബോംബെയിലൊക്കെ നല്ലപോലെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് പഠിക്കാതെ ആർക്കും കയറി പോരാനൊന്നും സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. എസ് എ പോലൊന്നും പഠിക്കേണ്ട, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കുക. ഇനി ഞാനിപ്പോൾ ഇന്നിടുന്ന രീതി അല്ല നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ പേഴ്സണലായിട്ട് കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കത് മാറ്റി പിടിക്കാം. അപ്പം പിന്നെ ഇംഗ്ലീഷ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇംഗ്ലീഷ് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഗ്രാമറും കാര്യങ്ങളും ഒന്നും വേണ്ട, പക്ഷേ എന്നാലും നമുക്ക് നന്നായിട്ട് പഠിക്കാൻ, അതായത് അവരെന്താണ് ചോദിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പം ബോംബെയിലെ ക്ലാസ്സിന് നമ്മൾ ഒരു മാസം ഫസ്റ്റ് പോകുമ്പം തന്നെ അവിടെ ചെന്നിട്ട് അവരൊരു ഇൻ്റർവ്യൂ കൂടി എടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ ക്ലാസ്സിന് കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്തവർ തിരിച്ച് വന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഇപ്പം ഞാനിത് കാണിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കിവിടെ വന്നിട്ടൊരു നല്ല ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പം നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് നാട്ടിലത്തെക്കാളും ജീവിതം നല്ല എൻജോയ്മെൻ്റാണ്, നല്ല രസമാണ്. അപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇസ്രയേലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പം പഠിക്കാനൊരു എനർജിയൊക്കെ കിട്ടും. കാരണം എല്ലാവരും ഇംഗ്ലീഷിനകത്തൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ളവരാണ്. അപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ ഇവിടെ എത്തിപ്പെടണം എന്നുള്ള ഒരു ചിന്ത വരുമ്പം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ വന്നു കഴിയുമ്പം അതായത് നമ്മൾ തന്നെ ഈ തെരുവോരങ്ങളിൽ ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ ആയിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങി വരുന്നു. ഇവിടെ പാർക്കാണ്. അപ്പോൾ ആ പാർക്കിലൊക്കെ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എനർജി കിട്ടും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ടൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചത്. ഇതുണ്ടോ, ഇതൊക്കെ എല്ലാം വീടുകളാണ്. കാണോ, അതൊക്കെ ഉണ്ടോ, അങ്ങനെ വീടുകളാണ്. പിന്നെ ഇതുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ മരത്തേലൊക്കെ കയറി മരം കയറി ഒക്കെ ആയിട്ട് നടക്കണമെന്നുള്ളവർക്ക് ചാടിക്കയറി മരം കയറുമോ, ആടുവോ, ചാടുവോ, പാടുവോ, എന്നാ വേണേലും ചെയ്യാം. ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ അയ്യേ ഇവർക്ക് ഇത്രയും പ്രായമായല്ലോ, എന്തായാലും ഇങ്ങനെയൊന്നും ഇവിടെ ആരും നോക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും ചെയ്യാം. പിന്നെ എനിക്കിവിടെ ആരും കൂട്ടുകാരില്ല. ഞാനെല്ലാം സോളോ ട്രിപ്പാണ്, എല്ലാം ഏകാന്തമായിട്ട് ആസ്വദിക്കുകയാണ്. പിന്നെ ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ പാഷൻ ഫ്രൂട്ട്. കൊച്ചിനെ നോക്കി ചിരിച്ചിട്ട് പോവാം. കൊച്ചിനെ അറിയത്തില്ലല്ലോ, മലയാളം അറിയത്തില്ല, കൊച്ചിനെ ഹീബ്രു അല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു എനർജിയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കാം, ഇൻട്രോ ആയിട്ട്, അല്ലെങ്കിൽ ഓരോ വ്ളോഗൊക്കെ ആയിട്ട് ഇടാം. നിങ്ങൾക്കൊരു എനർജിയൊക്കെ കിട്ടട്ടെ. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടും നിങ്ങളിവിടെ വന്ന് ജോലി ചെയ്യുന്നതൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. അതോടൊപ്പം തന്നെ പഠിക്കണം കേട്ടോ. നമ്മൾ ചുമ്മാ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പഠിക്കുകയും ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഹീബ്രുവും ഇസ്രയേൽ ലോയും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ അതിങ്ങനെ അപ്ലോഡ് ചെയ്തിടാം. പിന്നെ ഇപ്പം ഞാൻ മെഡിക്കൽ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇടുന്ന അത്രയും നോട്ടുകൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാം. ഇതിനപ്പുറത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യനൊന്നും മെഡിക്കലിനകത്ത് വരത്തില്ല. അപ്പം ഇനി കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ അത്രയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. അന്നും പറഞ്ഞ് കാണാപ്പാടമല്ല, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് ചോദിക്കുന്നതിനുള്ള ആൻസർ നിങ്ങൾ ഉത്തരം പറയുക. കാണാപ്പാടം പഠിച്ചതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അതിനപ്പുറത്ത് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് കാണാപ്പാടം ഒന്നും പഠിക്കരുത്, എസ് എ പോലെ പഠിക്കരുത്.
അപ്പം നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അത് പറയുക. അപ്പം ഇതുണ്ടോ വണ്ടികൾ ഇതുണ്ടോ ഇങ്ങനെ. അപ്പം എങ്ങനെയാണ് ഒരു ചെറിയ എനർജിയൊക്കെ കിട്ടിയിട്ടില്ലേ? അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, വേഗം പോയിരുന്നു പഠിച്ചോളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ സ്ഥലത്തൊക്കെ പോയി നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് തരാം. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.